ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വലിയ നോമ്പിൻ്റെ കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വലിയ നോമ്പിൽ യാത്ര ആരംഭിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്താനുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഏറ്റവും ലളിതമായ ഒരു മാർഗമാണ് പ്രാർത്ഥന, ദൈവത്തോടുള്ള സംസാരം. അവയിൽ വരുത്തേണ്ടിയ ചില ക്രമീകരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ പ്രാർത്ഥനകളുടെ ലക്ഷ്യം പലപ്പോഴും മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ നിസ്സാരമാണ്. ഇപ്പം നമ്മൾ ജപമാല ചൊല്ലി കാഴ്ചവെച്ചു. ഇപ്പോൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ ഉദ്ദേശം ചിലപ്പം കടബാധ്യതയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മക്കളുടെ പഠനമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ജോലിയായിരിക്കാം. അപ്പം മനസ്സിലൂടെ കടന്നു വരുന്നതെല്ലാം ആ ജോലിയും കടബാധ്യതയും പഠനവും ഒക്കെ ആയിരിക്കും. ഇതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. അതിനു വേണ്ടി നമ്മൾ ചൊല്ലുന്നതാണ് ഈ ജപമാല, അല്ലെങ്കിൽ കരുണക്കൊന്ത, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി എന്നുള്ളതേ വ്യത്യാസമുള്ളൂ. അപ്പം ലക്ഷ്യം എന്ന് പറയുന്നൊരു കാര്യം മാറി നിൽക്കുക. അതായത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്ന വ്യക്തിയോട് നമ്മുടെ ലക്ഷ്യവുമായി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ദൈവം എന്ന് പറയുന്ന വ്യക്തിയോട് നമ്മുടെ ലക്ഷ്യവുമായി യാതൊരു ബന്ധവുമില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, ആ വ്യക്തിയോട് ബന്ധം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ അപാകത. അതുണ്ടാകുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ തിരുമനസ് പോലെ എല്ലാം നിറവേറും എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമാണത് പരിശീലിക്കാൻ. പക്ഷേ അത് പരിശീലിച്ച് നമുക്ക് കിട്ടിയാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയം ശരിക്കും വെച്ചാൽ സ്വന്തം അവനവൻ്റെ ഹൃദയം പരിശോധിക്കുക. കരക്കാരുടെ ജീവിതത്തെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഈശോ പറഞ്ഞ പോലെ നമ്മുടെ പുറത്തിരിക്കുന്നവൻ്റെ കണ്ണിലെ കരട് നമ്മൾ കണ്ടെത്തുകയും അവനവൻ്റെ കണ്ണിലെ തടി കഷ്ണം കാണാതിരിക്കുകയും ചെയ്യുന്ന പറയുന്ന പോലെ പ്രാർത്ഥനയിൽ അത് പ്രശ്നമുള്ളൊരു കേസാണ്. അതായത് നമ്മുടെ കുറവെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് പ്രാർത്ഥനയിൽ. അപ്പോൾ അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ്: ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറുന്നതിനും കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുന്നതിനും നമ്മുടെ പ്രാർത്ഥന ലക്ഷ്യം വെക്കണം. വളരെ പാടുള്ളൊരു കാര്യമാണ്. അതായത് പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്ക്, പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന്, പുത്രനായ ഈശോയുടെ മഹത്വത്തിന്, പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തിന് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ കാഴ്ചവെക്കുന്നു. അല്ലാത്ത ഒരു ലക്ഷ്യം നമ്മുടെ പ്രാർത്ഥനയ്ക്കില്ല. അങ്ങനെ ഒരു സമർപ്പണത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കാഴ്ചവെക്കാൻ തുടങ്ങിയാൽ അത് വലിയ ഒരു വ്യത്യാസം നമ്മുടെ എല്ലാ മേഖലകളിലും കൊണ്ടുവരും എന്നുള്ളതാണ്. നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അധികാര പരിധിക്ക് താഴെ നിൽക്കുന്ന ആളുകളോ നമ്മളോട് ഒരു കാര്യം, ഇപ്പം സ്കൂളിൽ പോകാൻ ഒരു ബുക്ക് വേണം എന്ന് പറഞ്ഞു, ബുക്ക് വേണമെന്നോ ചോറ് വേണം എന്നോ ചോദിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മൾ കിടന്നുറങ്ങുന്ന സമയമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. ഉടനെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തിയിട്ട് അവൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നില്ല. മറിച്ച് അതിനീ സമയമുണ്ടല്ലോ, സാവകാശമുണ്ടല്ലോ, സമാധാനമായിട്ടിരിക്കെ, ഞാൻ ചെയ്തോളാം എന്നുള്ള നിലയിൽ അവൻ പറഞ്ഞിട്ട് പോയി നമുക്ക് നമ്മുടെ സാഹചര്യം അനുസരിക്കുന്ന വിധത്തിൽ എപ്പോഴാണോ പറ്റുന്നത് അന്നേരം നമ്മൾ ചെയ്തു കൊടുക്കണേ. അതുകൊണ്ട് അവൻ്റെ ആവശ്യം നിഷേധിക്കപ്പെടുന്നില്ല, മറിച്ച് അവൻ ആഗ്രഹിച്ച സമയത്ത് അത് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അവൻ്റെ കാര്യം നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്, പക്ഷേ ആഗ്രഹിച്ച സമയത്ത് കിട്ടുന്നില്ല. ആ സമയത്ത് അവൻ്റെ അവസ്ഥ എന്നായിരിക്കും? അതായത് അവൻ്റെ മനസ്സിലൂടെ എന്താണോ കടന്നു പോകുന്നത് അതാണ് നമ്മുടെ ആധ്യാത്മികത. മനസ്സിലായോ? അതായത് സിനിയുടെ മോൻ വന്നിട്ട് സിനിയോട് പറയാണ്, നാളെ ടൂറ് പോകണം, എനിക്ക് 1000 രൂപ വേണമെന്ന് പറഞ്ഞു. രാവിലെ അല്ലേ സ്കൂളിലേക്ക് പോവുള്ളൂ. അപ്പം രാത്രി വന്ന് പറയുമ്പം ഇപ്പം നീ പോയി കിടന്നുറങ്ങ്, തരാന്നോ തരത്തില്ലെന്നോ പറയുന്നില്ല, മറിച്ച് ഇപ്പോഴത്തെ കാര്യം നീ ചെയ്യ്, കുറേ കഴിയുമ്പോൾ അല്ലേ പോകുന്നേ, അന്നേരത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നുള്ള നിലയിൽ സിനി മിണ്ടാതിരിക്കുന്നു. ആ മിണ്ടാതിരിക്കുന്ന സമയത്തെല്ലാം ആ കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും കടന്നു പോകുന്നത്? അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നൊരു കാര്യം. അവിടെയാണ് നമ്മൾ പരിശീലിപ്പിക്കപ്പെടേണ്ടത്. നമ്മൾ ദൈവത്തോട് പല കാര്യങ്ങളും ചോദിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ആ സമയത്തെല്ലാം, അത് സംഭവിക്കേണ്ടതിന് മുമ്പ് ആ സമയത്തെല്ലാം ദൈവം മൗനം പാലിക്കുമ്പോൾ, അല്ല ദൈവം ചില കാര്യങ്ങൾക്ക് ഉത്തരം തരാതിരിക്കുമ്പോൾ, ചില കാര്യങ്ങൾ താമസിക്കുമ്പോൾ, ചില കാര്യങ്ങൾ എതിർക്കുമ്പോൾ നമ്മൾ ഏത് മനോഭാവത്തോടെ അവയെ സ്വീകരിക്കും എന്നുള്ളതിലാണ് ആധ്യാത്മികത ഇരിക്കുന്നത്. ദൈവം നമ്മുടെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നടത്തി തരും എന്നുള്ളത് അതിൻ്റെ അകത്ത് യാതൊരു തർക്കമില്ല. കാരണം ദൈവം നമ്മുടെ നാശത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അത് നന്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്.
നമുക്ക് മനസ്സിലാകണമെങ്കിൽ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മക്കൾക്ക് നമ്മൾ എന്താണേലും വിഷവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊന്നും മേടിച്ചു കൊടുക്കണില്ലല്ലോ. പക്ഷേ അവരിഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല അവർ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അവരിഷ്ടപ്പെടുന്ന സമയത്തും ആയിരിക്കില്ല. ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്. ഇതുപോലെ തന്നെയാണ് ദൈവവും നമുക്ക് വേണ്ടി നൽകുന്നതെല്ലാം നന്മയ്ക്കാണ്. പക്ഷേ നമ്മുടെ ആവശ്യം അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ്, പക്ഷെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചോ താല്പര്യം അനുസരിച്ചോ ആയിരിക്കില്ല, നമ്മുടെ നന്മയ്ക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്ക് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ലക്ഷ്യം വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ലക്ഷ്യം വെക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സ് ഈശോയുടെ മനസ്സിനോട് ചേരും. നമ്മുടെ മനസ്സ് ഈശോയുടെ മനസ്സിനോട് ചേരും. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് ഗ്രഹിക്കാൻ പറ്റും. നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ അറിയാൻ പറ്റും. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം തുടങ്ങുമ്പോൾ അല്ലാതെ നിർവഹിക്കുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്ന സമാധാനം എന്താണെന്നുള്ളത് അറിയാം അല്ലേ? അതായത് രണ്ടുപേരും കൂടെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊരു കാര്യം ചെയ്യുന്നു. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമാധാനമുണ്ട്. ഇല്ലെങ്കിലോ ഇവൻ എന്നാ ഉദ്ദേശിക്കുന്നത്, ഇവളെന്നാ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനൊരു കൺഫ്യൂഷൻ എപ്പോഴും തലയിൽ കാണും. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇത്രയും ചെയ്യണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യമാകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം അറിയാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമായ കർത്താവ് തൻ്റെ ദാസർക്ക് വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. കാരണം അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഒന്ന് ചേരുമ്പോൾ ദൈവം തൻ്റെ ദൈവിക പദ്ധതികളെല്ലാം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. എന്നിട്ടാണ് അവൻ്റെ സഹകരണം ആവശ്യപ്പെടുന്നത്. പക്ഷെ അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുക. മഹത്വം അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവന് കിട്ടും. അതുകൊണ്ടാണ് ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യമില്ല, 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ള എല്ലാം കൂട്ടിച്ചേർക്കുക. അത് ഈശോയിലാണ് നമുക്ക് കൂട്ടിച്ചേർത്തരാന്ന് പറയുന്നത്. ഈശോയുടെ കൂടെ നമ്മളെല്ലാം ചെയ്യുമ്പോൾ നമുക്കത് കൂട്ടിച്ചേർത്ത് തരും. അല്ലെങ്കിൽ അത് പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. എന്താണ് അങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള പ്രയാസം? അത് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം വിഷമിപ്പിക്കും എന്ന് ചോദിച്ചാൽ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ വർദ്ധിച്ച് വരുന്നത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ദൈവഹിതത്തോട് നമ്മൾ എതിർക്കുന്നതിനനുസരിച്ച് നമ്മൾ കുറേയും കൂടെ ഭാരമുള്ള ഒരു ഹൃദയത്തോടു കൂടി മുമ്പോട്ട് പോകും. ആദ്യം അത് മനസ്സിൻ്റെ ഭാരമായിരിക്കും. പിന്നീട് അത് നമുക്ക് ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കും. നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഒരു ഭാരം അസ്വസ്ഥതയുണ്ടാക്കും. മൂന്നാമത് അത് നമ്മുടെ ശരീരത്തെ രോഗത്തിലേക്ക് നയിക്കും. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത്, വളരെ ശാന്തവും സുന്ദരമായ ജീവിതം നയിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനയുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ സ്തുതിയും പുകഴ്ചയാക്കി നമ്മളെപ്പോഴും മാറ്റുക. നമ്മൾ പരിശോധിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഇൻറ്റൻഷൻ, നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, പ്രാർത്ഥിക്കുന്ന ജപമാലയും കരണക്കൊന്തൊക്കെ ആയിരിക്കും, പക്ഷേ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യം, യഥാർത്ഥ ലക്ഷ്യം ഒരു വേള നമുക്ക് പോലും ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷെ അത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നൊരു കാര്യമുണ്ട്, ശാന്തനായ ദൈവം നിൻ്റെ ഹൃദയത്തിൻ്റെ ശാന്തതയിൽ നിന്നോട് സംസാരിക്കുന്ന പറയും, നിശബ്ദനായ ദൈവം നിൻ്റെ നിശബ്ദതയിൽ നിന്നോട് സംസാരിക്കും. ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ നിശബ്ദത നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം ദൈവം നമ്മുടെ മനസാക്ഷിയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ മനസാക്ഷിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ മനസാക്ഷി കളങ്കമല്ലാത്ത ഒന്നായിരിക്കണം. അങ്ങനെ ആയിരിക്കണമെങ്കിൽ അതിന് ഏറ്റവും നമ്മുടെ മനസാക്ഷി കളങ്കമില്ലാതെ എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളും സമർപ്പണവും എല്ലാം ദൈവത്തിൻ്റെ മഹത്വം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം മാത്രം ലക്ഷ്യമായിരിക്കണം. അപ്പോൾ നമുക്ക് മനസാക്ഷിയൊക്കെ ആവും, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥനയല്ല ആധ്യാത്മികത എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോയാലേ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മികതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി മാത്രമാണെന്നുള്ളൂ. ആധ്യാത്മികത എന്ന് പറയുന്നത് ഈശോയുടെ വ്യക്തിത്വത്തോട് നമ്മുടെ വ്യക്തിത്വം എത്ര കണ്ട് ചേരുന്നു, അതിനി എന്തോരം ചേരാനുണ്ട് എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്.
സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഒരിക്കലും സ്പിരിച്വാലിറ്റി ആകുന്നില്ല. സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നമ്മളെ അതിലേക്ക് ലീഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ആധ്യാത്മിക സാധനകൾ നമ്മളെ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ അത് ആധ്യാത്മികതയാകുന്നില്ല. അതിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു കൊച്ച് അമ്മയോട് ടൂറിന് പോകാനുള്ള പൈസ ചോദിച്ചു. ഇപ്പം രാത്രിയില്ലായുള്ളൂ, നാളെയല്ലേ നീ ടൂറിന് പോകുന്നേ എന്ന് പറഞ്ഞതിന് ശേഷം ഈ രാത്രി മുതൽ നാളെ രാവിലെ വരെയുള്ള സമയത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളിൽ നമുക്ക് എത്രത്തോളം അമ്മയിൽ ആശ്രയിക്കാൻ പറ്റുന്നു. അമ്മ അത് ചെയ്യും, ഓക്കെ, ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിയാൽ മതി, അമ്മയുടെ ഇഷ്ടം അത് നിറവേറ്റും, അമ്മ എന്നെ മനസ്സിലാക്കും. അങ്ങനെ ഹൃദയം കൊണ്ട് നമുക്ക് എത്രത്തോളം അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു, അവിടെയാണ് നമ്മൾ പറയണത് ദൈവാശ്രയം എന്ന് പറയുന്നത്. അപ്പം ആ ദൈവാശ്രയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. അസാധ്യമായ കാര്യമൊന്നുമല്ല, സാധ്യമാണ്. പക്ഷേ നമ്മളത് ശ്രമിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മളത് നിർവഹിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കുറേയും കൂടെ ഉചിതമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന വരാൻ തുടങ്ങും. നമുക്ക് ശരിയായി മനസ്സിലാകും ദൈവത്തിൻ്റെ വഴി എന്താണെന്നുള്ളത് മനസ്സിലാകും. ദൈവം നമ്മളോട് സംസാരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളത് ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ ക്രിയാത്മകമായിട്ട് നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കും, സമയം പോകും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും അധ്വാനിച്ച് കഴിഞ്ഞാൽ അധ്വാനിക്കുന്നതിൻ്റെ ഫലം ഉണ്ടാവും, പക്ഷേ വേറൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തിയെന്ന് വരത്തില്ല പ്രാർത്ഥന കൊണ്ട്. അവസാനം നമ്മൾ പ്രാർത്ഥനയും മടുക്കും, വിശ്വാസവും മടുക്കും, നിരാശ മാത്രമായിരിക്കും അതിൻ്റെ പ്രതിഫലമായിട്ട് നമുക്കുണ്ടാകുക. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഇത്രയൊക്കെ ജീവിതം കൊണ്ട് ഞാനൊന്നും ഇത്രയും ജീവിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും നേടിയില്ല, പ്രത്യേകിച്ചൊന്നും നഷ്ടവും വന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകും എന്നുള്ള ഈ ഏതെങ്കിലും ഒരു നിലയിലായിരിക്കും പിന്നെ നമ്മുടെ ജീവിതം ഇരിക്കുക. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, സ്വന്തം തെറ്റുകൾ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? അറിയാതെ പറ്റുന്ന വീഴ്ചയിൽ നിന്ന് അങ്ങനെ കാത്തുകൊള്ളണേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് അങ്ങനെ സംരക്ഷിക്കണമേ, എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും അതരത്തിലെ വാക്കുകളും അങ്ങയുടെ ദൃഷ്ടിയിൽ എപ്പോഴും സ്വീകാര്യമായിരിക്കണമെന്ന് 9-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം അത് ആർക്കാണ് സ്വന്തം തെറ്റ് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിലും വരേണ്ടിയ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം കുറേയും കൂടെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേരും. അപ്പോൾ നമുക്ക് ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമ്പോൾ അത് യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് നമ്മൾ കടക്കും. അങ്ങനെ വിജയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാവും. അപ്പം ആ പ്രത്യാശ നമുക്ക് കുറേയും കൂടെ ഒരു ഊർജ്ജസ്വലത തരും, നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് കുറേയും കൂടെ ദൈവത്തെ നമ്മുടെ കാര്യങ്ങളിൽ കണ്ടെത്താനായിട്ട് കഴിയും. അപ്പം അത് നമ്മുടെ ഈശോയിൽ അത്യാവശ്യം വരുത്തേണ്ടിയ ഒരു ചേഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആശങ്ക വന്നേക്കാം, നമ്മൾ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടേ. അത് ഇപ്പം ഈശോ പോലും പറഞ്ഞിട്ടുണ്ടല്ലോ, കിട്ടുന്നത് വരെ നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ള. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതിന് ശേഷം പിന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിച്ചാൽ മാത്രം മതി. എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം പറഞ്ഞു, ഈശോയെ എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട്, ആ കാര്യം പറഞ്ഞതിന് ശേഷം അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ, അങ്ങ് പരിശുദ്ധൻ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഈശോയെ മഹത്വപ്പെടുത്തുക. പിശാചിന് നമ്മൾ അവസരം കൊടുക്കാതിരിക്കുക. കാരണം ഈ ഒരു കാര്യത്തെ പ്രതി പിശാച് നമ്മളെ അല്ലെങ്കിൽ ദൈവത്തെ അവഹേളിക്കാനായിട്ട് ഒരവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. നമ്മളിങ്ങനെ കരഞ്ഞു കൂവി പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് തന്നെ തോന്നത്തില്ലേ, ഇപ്പം നമ്മുടെ മക്കൾ വന്നിട്ട് നമ്മളോടൊരു കാര്യം പറഞ്ഞു, നമ്മളത് കേട്ടു, ശരിടാ എന്ന് പറഞ്ഞു. അത് ചെയ്യുന്നത് വരെ അവൻ പിന്നെയും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നല്ലേ, ഇവന് ഒരു വിശ്വാസവും ഇല്ലേ എന്നെ, ഞാൻ ഈ ചെയ്തു കൊടുക്കുമെന്ന് ഇവന് തോന്നുന്നില്ലേ എന്ന് നമുക്ക് തന്നെ തോന്നുന്നല്ലേ. എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് നമുക്ക് ഈശോയിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റിയാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിനൊക്കെ ഒരുങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു 50 ദിവസങ്ങളെങ്കിലും മിനിമം കുറച്ചാളെങ്കിലും നമുക്കൊന്ന് പരിശീലിക്കാം. ഇപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടു, ഓക്കെ ഫൈൻ, നമ്മൾ പോകുന്നു, അതുകൊണ്ട് ഈ പറയുന്ന സ്ഥലത്തെത്തത്തില്ല. ഇത് കേട്ട്
നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു വിഷമം വന്നു, ആ വിഷമത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമ്മളെങ്ങനെ മാറ്റുന്നത്? വിഷമം നമ്മളിപ്പോൾ ആ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്, ഉടനെ തന്നെ നമ്മൾ വേറെ ആരുടെടുത്തേലും പോയി മിണ്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പത്രം വായിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യും. അങ്ങനെ ആ ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കി. കുറച്ച് കഴിയുമ്പോഴോ അത് പിന്നെയും വരും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെയും വേറെ എന്തെങ്കിലും പണി ചെയ്ത് ആ ചിന്തനെ ഒഴിവാക്കും. കുറേ തവണ ഇങ്ങനെ ആയി കഴിയുമ്പോൾ ആ ചിന്തയ്ക്ക് വലിയ സ്ഥാനമില്ല എന്നുള്ളതാവും. പിന്നെ ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരികയില്ല. ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈ പ്രാർത്ഥനാശീലം നമ്മൾ ഒരു തവണ ചെയ്തു, അത് എളുപ്പത്തിൽ ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. കുറച്ചുകൂടെ കഴിയുമ്പം നമ്മൾ ആ ദൈവഹിതം എന്ന് പറയുന്ന, അല്ലെ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്ന ചിന്ത മാറി നമ്മുടെ ലക്ഷ്യം മാത്രമായി പോകും. കുറേ കഴിയുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നത്, അയ്യോ ഞാൻ കുറച്ച് നേരമല്ലേ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുള്ളൂ, പിന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ വഴുതിപ്പോയില്ലേ. സാരമില്ല, ഇനി പ്രാർത്ഥിക്കുമ്പോൾ ശ്രമിക്കുക. അങ്ങനെ അത് ആവർത്തിക്കുക. നമ്മുടെ വിഷമം നമ്മൾ ചിന്തകളിലൂടെ മാറ്റിക്കളഞ്ഞ പോലെ നമ്മൾ ഈ പ്രാർത്ഥനയിൽ ദൈവഹിതം ആവർത്തിച്ച് അത് പരിശീലിക്കുമ്പോഴാണ് നമ്മൾ അവിടെ എത്തിച്ചേരുക. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ ഒരു വചനം വായിക്കും, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്താൽ അവർ വിശുദ്ധരാകും. അതത്രേ ഉള്ളൂ. പക്ഷേ അത് അഭ്യസിക്കുന്നവൻ രക്ഷ കണ്ടെത്തും എന്ന് പറഞ്ഞേക്കണേ. എന്ന് പറഞ്ഞാൽ വിശുദ്ധരായവർക്ക് അശുദ്ധരാകാൻ ഇനിയും സാധ്യതയുണ്ട്. അയാൾ നഷ്ടപ്പെട്ടു പോകാൻ ഇനിയും സാധ്യതയുണ്ട്. വലിയ ചിലവൊന്നുമില്ല അതിന്. പക്ഷേ അത് അഭ്യസിച്ചാൽ, അത് ജീവിതത്തിനെ ശീലമാക്കിയാൽ അയാൾ രക്ഷ പ്രാപിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് ആധ്യാത്മികതയിലുള്ളൊരാവശ്യം. അത് റിപ്പീറ്റ് ചെയ്യുക, പിന്നെയും അത് ചെയ്ത് നമ്മളങ്ങനെ ആയിത്തീരുക. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിൻ്റെ കാലത്ത് നമ്മളതിലേക്ക് ഒരുങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് എല്ലാം നിർവഹിക്കുന്നതിന്. നിങ്ങൾക്കാർക്കും വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അവനവന് വേണ്ടി അവനവൻ തന്നെ പ്രാർത്ഥിക്കുക. അവനവൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ അവനവനെ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും, അല്ല എൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എനിക്ക് പരിശോധിക്കാൻ പറ്റും. വേറെ ഒരാളുടെ ഹൃദയത്തിൽ കയറി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിൽ അല്ലെ മറ്റൊരാളിൽ കരുണ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലാത്തതെല്ലാം തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴെല്ലാം ദൈവമഹത്വം അതിപ്രധാനമായ ലക്ഷ്യം വെക്കുക. ബാക്കിയുള്ളതെല്ലാം ദൈവത്തെ അറിയിക്കുക. അതെല്ലാം ദൈവം കാണുന്നുണ്ട്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവിടുന്ന് നിറവേറ്റും. ഇനി നമുക്കത്ര വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ അറിയിക്കുക. അപ്പോൾ നമ്മൾ അറിയിച്ചു എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. പിന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവിടുന്ന് സമയത്ത് ഉചിതമായി നിർവഹിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് എല്ലാവർക്കും അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ട് സാധിക്കട്ടെ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥനയല്ല ആധ്യാത്മികത. ആധ്യാത്മികത എന്ന് പറയുന്നത് അത് അനുസരിക്കുന്നതാണ്. പ്രാർത്ഥിച്ച് നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കണ കാര്യങ്ങൾ, ദൈവം നമ്മളോട് സംസാരിക്കണ കാര്യങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ആശ്രമ ജീവിതത്തിൽ അവിടുത്തെ ഒരു ശൈലി എന്ന് പറയുന്നത്, ദിവസത്തിലൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഗുരു ക്ലാസ് കൊടുക്കും. പിന്നീട് ശിഷ്യന്മാരെ അവരുടെ വഴിക്ക് വിടുക. അവർ കണ്ടത്തിലിരുന്നോ കരയിലിരുന്നോ അവർ ആ കേട്ട കാര്യങ്ങൾ പരിശീലിക്കുക. അപ്പോൾ അവരുടെ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അവർ കേട്ട കാര്യങ്ങൾ പരിശീലിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് സമയം കൊടുക്കണേ. ഗുരു ആകെ പറഞ്ഞു കൊടുക്കണ അരമണിക്കൂർ കാണുള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂറേ കാണുള്ളൂ. പിന്നീട് അവർ പോയി പരിശീലിക്കുകയാണ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ആധ്യാത്മികതയിൽ നമ്മൾ ഈ കാര്യങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ അവനവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അത് പരിശീലിക്കുക. അപ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടെത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞ ഒരു വചനം പോലെ, ഈശോ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് പലപ്പോഴും നമ്മൾ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് മനസ്സിലാകാതെ വരും. അങ്ങനെ നമ്മുടെ ഉള്ള സമാധാനം കൂടെ പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമാധാനത്തിൽ, നമ്മുടെ പ്രത്യാശയിൽ നമ്മൾ മുമ്പോട്ട് വരണമെങ്കിൽ ഈശോ എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യം വരണം. കരക്കാരുടെ ജീവിതത്തിൽ വന്നിട്ട് കാര്യമില്ല, അവനവൻ്റെ ജീവിതത്തിൽ വരണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. ഈശോയെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ സത്യവും ഹൃദയത്തിൻ്റെ ശുദ്ധതയും അങ്ങ് പരിശോധിക്കണമേ. സങ്കീർത്തനം 139 അവസാനം പറയുന്ന പോലെ, കർത്താവെ, വിനാശത്തിൻ്റെ പാതയിലാണോ ഞങ്ങൾ ചരിക്കുന്നത് എന്ന് അങ്ങ് നോക്കണമേ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലും, ഞങ്ങളുടെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ശരണത്തിലും ഒക്കെ ഞങ്ങൾ പോകുന്ന പാത വിനാശത്തിൻ്റെ ആണോ എന്ന് നോക്കണമേ. ശാശ്വതമായ വഴിയിലൂടെ അങ്ങ് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മ എപ്പോഴും ദൈവഹിതത്തെ പരിപൂർണമായി അനുഗമിച്ചതുപോലെ ദൈവഹിതം അതിൻ്റെ പൂർണ്ണതയിൽ അനുഗമിക്കാൻ, ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിർവഹിക്കാൻ, അനേകരെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ, അവരുടെ ജീവിതങ്ങളെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തിച്ചേർക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ.
ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിയുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു. പ്രിൻസിയെ ഞങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം മൂലം വേർപെട്ട് പോയ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും കർത്താവെ നിത്യസ്വർഗത്തിൽ അങ്ങയോട് ഐക്യപ്പെടുത്തണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മയെ അപേക്ഷിക്കണമേ. ആമേൻ.